ഇസ്രയേലിന്റെ അടുത്ത ആക്രമണത്തിന് മുമ്പ് ഇറാൻ അതീവ രഹസ്യമായ ചില നീക്കങ്ങൾ നടത്തുകയാണ്. ടെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ കാലിയാക്കി കിഴക്കോട്ട് മാറ്റുന്നു എന്നാണ്. ഇസ്രയേൽ പോർ വിമാനങ്ങളുടെ കണ്ണിൽപ്പെടാത്ത, ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത മിസൈൽ ഫാമുകൾ ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞു. അടുത്ത യുദ്ധത്തിന് മുമ്പായി ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ നേരിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഫിനാൻഷ്യൽ ടൈം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാശ്ചാത്യ നയതന്ത്രജ്ഞർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഇറാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ മിസൈൽ കേന്ദ്രങ്ങളെല്ലാം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് മാറ്റി കിഴക്കൻ ഇറാന്റെ മരുഭൂമിയിലേക്ക്, അതായത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പോർ വിമാനങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്തത്ര ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 12 ദിവസത്തെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇറാൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇറാൻ ഒളിപ്പിക്കുന്നത്? മിസൈൽ സിറ്റികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോൾ പരീക്ഷിക്കുന്നത് മിസൈൽ ഫാമുകളാണ്. പുറമേ നിന്ന് നോക്കിയാൽ വെറും മണ്ണ് മാത്രമേ കാണൂ. എന്നാൽ മണ്ണിനടിയിൽ ലംബമായി സ്ഥാപിച്ച ക്യാപ്സ്യൂളുകളിൽ വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിശ്രമിക്കുന്നുണ്ട്. റഡാറുകൾക്കോ ഉപഗ്രഹങ്ങൾക്കോ ഇവയെ കണ്ടെത്താൻ കഴിയില്ല. ഇസ്രയേലിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത അത്ര ആഴത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്ന നിമിഷം മണ്ണ് പിളർന്ന് ഈ മിസൈലുകൾ ആകാശത്തേക്ക് കുതിക്കും. എന്നാൽ കാര്യങ്ങൾ അവിടെയൊന്നും നിൽക്കുന്നില്ല. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പോർ വിമാനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇറാൻ ഇപ്പോൾ സകല വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെയും റഷ്യയുടെയും മാത്രമല്ല, അയൽ രാജ്യമായ പാകിസ്ഥാനോടും ഇറാൻ ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചതായാണ് സൂചന. സാങ്കേതിക വിദ്യക്കും ആധുനിക ആയുധങ്ങൾക്കും വേണ്ടി ഇറാൻ ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളെ സമീപിച്ചു എന്ന വാർത്ത വരുന്നു. എന്നാൽ ഒരു ചോദ്യം ബാക്കിയാണ്. ഇസ്രായേലിന്റെ അതിനൂതന ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചൈനയുടെയോ റഷ്യയുടെയോ സഹായം കൊണ്ട് ഇറാൻ സാധിക്കുമോ? അതോ ലോകശക്തികൾ ഇസ്രായേലിന് മുന്നിൽ ഇറാൻ ഒറ്റപ്പെടുത്തുമോ? ടെഹ്റാനിലെ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ മുസദ്ദഖ് പോർ പറയുന്നത് ശ്രദ്ധിക്കുക. യുദ്ധം ഒഴിവാക്കാനാവില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ചോദ്യം എപ്പോൾ എന്നത് മാത്രമാണ്. ഇറാൻ ഇപ്പോൾ സമയം വാങ്ങുകയാണ്. കഴിഞ്ഞ യുദ്ധത്തിൽ സംഭവിച്ച വീഴ്ചകൾ അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പരമ്പരാഗത ലോഞ്ചറുകൾക്ക് പകരം ഭൂമിക്കടിയിലെ അറകളിൽ അവർ അഭയം തേടുന്നത്. ഇസ്രയേലുമായുള്ള ഒരു നേർക്കുനേർ പോരാട്ടം ആസന്നമാണെന്ന് ടെഹ്റാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു നിശബ്ദമായ എക്സലേഷൻ നടക്കുകയാണ്. ഇറാൻ കിഴക്കോട്ട് മാറുന്നത് പിന്മാറ്റമല്ല, മറിച്ച് ഒരു വലിയ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പാണ്. പാകിസ്ഥാനെയും ചൈനയെയും കൂട്ടുപിടിച്ച് ഇറാൻ നടത്തുന്ന ഈ നീക്കം ഇസ്രയേൽ എങ്ങനെ നേരിടും? വരും ദിവസങ്ങൾ നിർണായകമാണ്.